ഭ്രാന്തായിരുന്നവർക്കെന്നും കഥകളി, സാന്ത്വനമായിരുന്നെന്നും മരങ്ങുകൾ. സ്നേഹമായി, കാമമായി, ശാപമായി, ഭാവങ്ങൾ മിന്നിമറയും ദേവയാനിയായി, ചിത്രലേഖതൻ ചാതുര്യമായി, ലളിതതൻ ശൃംഗാരമായി, മലയത്തിതൻ ക്രൗര്യമായി, മോക്ഷം കൊതിക്കുന്ന പൂതനയായി, വാത്സല്യവാരിധിയെങ്കിലും കർണന്റെ മുന്നിൽ നിരാലംബയാകുന്നൊരമ്മയായി, ദീപ്തമാമെത്ര അരങ്ങുകൾ ഓർമ്മയായി. എങ്കിലും എത്തിയേയില്ലൊരു പൂവിതൾ പോലുമേ ഹൃദ്യമാമടിത്തട്ടിൽ സുഗന്ധമായി. ഇത് ഏത് കലാകാരി? ചവറ പാറുക്കുട്ടിയമ്മ. ചവറ പാറുക്കുട്ടിയമ്മ എന്ന കലാകാരിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ് അല്ലേ? കളിയമ്മ എന്ന കവിത വരികളാണ്. ഓക്കെ, അപ്പോൾ മനോഹരമായ കവിത. അപ്പോൾ ഇത് കൊടുത്തിരുന്നോ? പാറുക്കുട്ടിയമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയി? പാറുക്കുട്ടിയമ്മ കേട്ടിട്ടില്ലേ ഈ കവിത? മരിച്ച ദിവസം എഴുതിയത്, ആ വേദന കൊണ്ട് എഴുതിയതാണ് അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പാറുക്കുട്ടിയമ്മ അല്ലേ? അപ്പം അങ്ങനെ ഒരു കലാകാരി ഉണ്ട് അല്ലേ, ചവറ പാറുക്കുട്ടിയമ്മ. ഞാൻ കേൾക്കാതെ പോയതായിരിക്കും, എനിക്കറിയില്ലായിരുന്നു. സ്ത്രീ സാന്നിധ്യത്തിലെ ആദ്യത്തെ ആളാണ്. അല്ല ഓക്കെ അല്ല, ഈ ചവറ ഭാഗം പന്തളം അടുത്ത് ഞാൻ വിളിച്ചു പന്തളവുമായിട്ട് ബന്ധമുണ്ടോ? ഞാൻ ചവറക്കാരിയാണ്, കൊല്ലം ജില്ലക്കാരിയാണ്. അതുകൊണ്ടല്ല, കഥകളിയിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയുന്ന ആളാണ് ചവറ പാറുക്കുട്ടിയമ്മ. അല്ല, ഞാൻ വെച്ചത് പന്തളത്തുമായിട്ടൊരു ബന്ധം ചവറ പാറുക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ചവറ പാറുക്കുട്ടിയമ്മയ്ക്ക് പന്തളത്ത് നിന്നൊരു ആരാധിക അല്ലേ? അപ്പൊ കൊള്ളാം, അപ്പൊ മനോഹരമായി. അപ്പം ഇനി നമ്മൾ വീണയുടെ ഒരു പാട്ടിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ ചർച്ച ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി. രഘു എന്തൊരു കാര്യം രഘുവിന് പറയാനുണ്ടെന്ന് പറഞ്ഞു. രഘു, ആന്റണി പാട്ടും പാടി ജയിക്കൂ ഉറപ്പായിട്ടും. അതിനെന്താ കാര്യം? കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിരുന്നു BJP-യുടെയും CPM-ന്റെയും ശബരിമല പ്രശ്നം വെച്ചുകൊണ്ട് അവർ അയ്യപ്പനായിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ കാണിച്ചത് തന്നെ. എന്നിട്ട് ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഷം ഞങ്ങൾ സുന്ദരമായിട്ട് ജയിക്കും, എനിക്ക് യാതൊരു സംശയവും ഇല്ല. സുന്ദരമായിട്ട് പാട്ട് പാടി അല്ല, ഈ ആന്റണി 15 വർഷം ഇവിടെ ചെയ്തിട്ടുള്ളത്, പന്തളത്തിന് ചെയ്തിട്ടുള്ളത് ഞാൻ കാണുന്നത് ഇപ്പോൾ പന്തളം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവര് പന്തളത്ത് എന്ത് ചെയ്തെന്ന് കോൺഗ്രസിന്റെ നേതാവ് ചോദിച്ചു. 63 വെയിറ്റിംഗ് ഷെഡുകൾ. അതായത് ഇപ്പോ ഞങ്ങള് പന്തളം നഗരസഭയുടെ പേരിൽ വെച്ച ഹൈമാസ്റ്റ് ലൈറ്റിന് ഞങ്ങളിപ്പം ബോർഡ് വെക്കാൻ പോവാ, ഇല്ലെങ്കിൽ അത് അവരങ്ങ് വെച്ചതാണെന്ന് പറയും. പിന്നെ വേറൊരു കാര്യം ടാക്സ് റിവിഷൻ പന്തളത്ത് എന്താണ് നടത്തിയെന്ന് ചോദിച്ചു. ടാക്സ് റിവിഷൻ നടത്താത്ത ഒരു നഗരസഭയായിരുന്നു പന്തളം. ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ടാക്സ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ഞങ്ങൾ ഓൺലൈൻ ആക്കിയേക്കാണ്. മനസ്സിലായോ? അപ്പൊ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പന്തളം മാസ്റ്റർ പ്ലാൻ അതിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ. എന്റെ പേര് അഭിനന്ദൻ. ഇപ്പൊ മോദി പറയുന്നുണ്ട് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായാല് ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന്. ഇപ്പൊ 5ആണ്. അത് ഏത് മണ്ടനും മനസ്സിലാവും. ഇന്ത്യയിൽ യുവാക്കളാണ് കൂടുതലുള്ളത്. ഇപ്പൊ നമ്മുടെ ചെയർപേഴ്സൺ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതായത് യൂത്തിന്റെ ഡിവിഡന്റ് കൂടുതലാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജപ്പാനാണ് 4ാമതുള്ളത്. ജപ്പാൻ ഇപ്പൊ വയോജന പാർക്ക് എന്നാണ് പറയുന്നത്. കാരണം അവിടെ യുവാക്കളില്ല. ഇന്ത്യ യുവാക്കളുണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പ് ആവുന്നത്. ചെറുപ്പക്കാര് പത്തനംതിട്ട മണ്ഡലത്തിൽ ആർക്ക് അനുകൂലമായി നിലപാടെടുക്കും? അത് ബുദ്ധിയുള്ളവരെല്ലാം ആന്റണിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. മറ്റേ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്നുള്ള ഒറ്റ പേരുകൊണ്ടാണ് അനിൽ ആന്റണി ഇവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അല്ലാതെ അനിൽ ആന്റണിക്ക് എന്ത് ലെഗസി ആണുള്ളത് രാഷ്ട്രീയത്തിൽ? അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന് പറഞ്ഞ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനല്ല ഇരുന്നെങ്കിൽ അനിൽ ആന്റണിക്ക് ഒരു സീറ്റ് കൊടുക്കുമായിരുന്നു. ഇവിടെ എത്രയോ BJP-ക്കാരാണ് നമുക്കറിയാവുന്ന, അവർക്ക് ആർക്കും സീറ്റ് കൊടുക്കാതെ അനിൽ ആന്റണി ചെയർപേഴ്സൺ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? എന്തുകൊണ്ട് നിർത്തിയില്ല? അപ്പം മറ്റൊരു പാർട്ടി ഇപ്പൊ CPM-കാര് പറയും കോൺഗ്രസ്സുകാർ പാർട്ടി മാറുകയാണെന്ന്. എനിക്ക് പറയാം ഇത്രയേ ഉള്ളൂ. CPM 3 സംസ്ഥാനത്തെ ഉള്ളായിരുന്നു. അവിടെ ബംഗാളിലും തൃണമൂലിലും അടപടലും BJP ചേർന്നു. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഞാനൊരു കോൺഗ്രസ്. ഈ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇപ്പൊ അതായത് മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം. അത് ഞങ്ങൾ ഈ പ്രാവശ്യം ഒറ്റ കാര്യം ചുരുക്കി നമുക്ക് സമയം തീർന്നു.
വളരെ പെട്ടെന്ന് ഒരു മറുപടി. 49 കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, 2024 കാര്യം പറഞ്ഞില്ല. 2007 നിലപാടില്ല. 1949 കോൺഗ്രസ് നിലപാടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ കുരമ്പാല ക്ഷേത്രത്തിന്റെ ദൃശ്യം ഒന്ന് കാണിക്കുന്നു. മനോഹരമായ ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് ഇപ്പൊ കാണാം. പൂത്തുതൊയ്ക്കുന്ന കണിക്കൊന്നയൊക്കെയുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണ് കുരമ്പാല. ആ ക്ഷേത്രത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കഥകളി ഗ്രാമമാണ് ഈ പ്രദീപ് പറയുന്നു. ശരിയാണ്, കഥകളി ഗ്രാമമാണ് അല്ലേ ഇവിടെ കഥകളി. അപ്പോൾ 50 പേര് അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നുണ്ട് അടുത്ത മാസം എന്ന് പറയുന്നു. താങ്ക് യു.